ഹായ്, എല്ലാവർക്കും രാകാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോയാണ്, അധികം വലിയാതൊന്നുമില്ല. ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കൂർക്കുപ്പേരിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കൂർക്കുപ്പേരി വെക്കാനായിട്ട് ഒരു 1/2 കിലോ കൂർക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വൃത്തിയാക്കി വെച്ച കൂർക്ക നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കൈയളവാണ് കുറച്ച് ഉപ്പ്, ഇത്രയൊക്കെയാണ് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിത് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു വിസിലടിക്കണ വരയ്ക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. വെച്ച് സ്റ്റൗവൊക്കെ കത്തിച്ച് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു വിസിലടിക്കാം. അതെ, ഒരു വിസിലൊക്കെ അടിച്ച് എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കി നമുക്കൊരു കഷ്ണം എടുത്തിട്ട് വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ശരിയാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളം വെക്കണ വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ച് വെച്ച ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴും മണം ഉണ്ടാവും കൂട്ടാൻ. നന്നായി നല്ല പോലെ മൂത്ത് വരണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി എല്ലാതും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച മിളകല്ല ഇട്ട് കൊടുക്കുന്നത്, മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണിൻ്റെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിൻ്റെ നല്ല പോലെ മൂത്ത് വരണം. ഈ ഉള്ളിക്കായിട്ട് നല്ല പോലെ മുരിഞ്ഞ് വരണം കേട്ടോ. ഉള്ളി എല്ലാതും മുളകും പൊടിയും എല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം വറ്റണ വരയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ പൊടികളൊക്കെ ആയിട്ട് ഇതേ കൂർക്ക നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വെള്ളം ഒന്ന് വറ്റണം. ചിലർ തീരെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്തൊക്കെ പോവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ അതുകൂടെ കൂട്ടി യോജിപ്പിക്കുക ചെയ്യാറ്. അപ്പോൾ എന്നാലാണ് ആ കൂർക്കുപ്പേരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കൂർക്കുപ്പേരിയുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ കൂർക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇത് ഏറ്റവും നല്ലത് എപ്പോഴും ഇത് കട്ടൻ ചായയോടൊപ്പം കൂർക്കുപ്പേരി, മഴക്കാലല്ലേ, നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ.